വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നം, വീട്ടിൽ നിരന്തരം വഴക്ക്, ജോലിയിൽ തടസ്സങ്ങള്, കുട്ടികൾ പഠനത്തിൽ പിറകോട്ട് പോവുക, മടി, അലസത, ഇതുപോലെ ഭവനത്തിൽ എത്തുമ്പോൾ തന്നെ ദേഷ്യം, അതുപോലെ തന്നെ സന്തോഷമില്ലായ്മ, മനസ്സിനെപ്പോഴും ഒരു വിങ്ങല് പോലെ തോന്നുന്നു. അതുപോലെ തന്നെ ഒരു സ്വസ്ഥതക്കുറവ്, ഭവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പാക്കിക്കൊള്ളണം കന്നിമൂലയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ പരിഹാരവും കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കന്നിമൂല. ഇവിടെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, തൊഴിൽ നഷ്ടം, മാനസിക സംഘർഷം ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും എന്തെല്ലാം നേടിയാലും ഒരു സന്തോഷവുമില്ലായ്മ, കയ്യിൽ ഒന്നും നിൽക്കാത്ത ഒരവസ്ഥ. അതായത് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കാശൊക്കെ നമുക്ക് ദിവസവും വരുമാനമൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അവസാനം ആവുമ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്കും എങ്ങനെ പോയി എന്നറിയാൻ പറ്റാത്ത രീതിയിൽ അധിക ചിലവുണ്ടാവുക, അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാവുക. നമ്മൾ മനസ്സറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന കാശെല്ലാം പോയിട്ട് ഒന്നും മീതി വയ്ക്കാനായിട്ട് കഴിയുന്നില്ല. അതുമൂലം നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ഇവയൊക്കെ ഉണ്ടാവുക. കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, എന്തൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നെ ആവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് കരുതി ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ പഠിക്കാൻ പറ്റാതെ വരിക, പഠിക്കുന്നതെല്ലാം മറന്നു പോവുക. ഇങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഭവനത്തിൽ വാസ്തുദോഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ദിക്കുകളിൽ നിന്നും വ്യത്യസ്തമായി കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരനാണ്. അപ്പോൾ മറ്റു 3 ദിക്കുകളുടെയും അധിപൻ ദേവന്മാരാണ്. കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരൻ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുണ്ടാകുന്ന നെഗറ്റീവ് നമ്മുടെ ഭവനത്തിനെ മുഴുവൻ ഒരു അസുര ശക്തിയെ എത്തിക്കാനുള്ള കഴിവുണ്ട്. കാരണം മറ്റുള്ള 3 ദിക്കുകളിലെ ദേവന്മാരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന അസുര ശക്തി എന്ന് പറയുന്നത് വളരെയധികം ബലവാനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ അസുര ശക്തി നമ്മുടെ ഭവനത്തിലെ മുഴുവൻ അധിപനായി മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട്, ദുരിതങ്ങള് ഒക്കെ ഈ അസുര ശക്തിയുടെ ഫലമായിട്ട് ഉണ്ടാവാനായിട്ട് കാരണമാകും. കന്നിമൂലയിൽ ഒരു കാരണവശാലും മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് പാടില്ല. അത് കൊച്ചു കുട്ടികളായിരുന്നാൽ കൂടിയും അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ബാത്റൂം ഒരു കാരണവശാലും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭവനത്തിന്റെ അടുക്കള കന്നിമൂലയിൽ വരുന്നത് വളരെയധികം ദോഷമാണ്. അഗ്നി ജ്വലിക്കുക, അഗ്നിയുടേതായ അവശിഷ്ടങ്ങൾ കിടക്കുക, പുകയുണ്ടാകുക, ഇവയൊക്കെ കന്നിമൂലയെ അശുദ്ധിയാക്കാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കന്നിമൂലയുടെ പുറത്ത് വശത്തായി കഴിഞ്ഞാലും പുറത്തൊക്കെ തൂത്ത് ചപ്പ് ചവറുകളെല്ലാം കൂടി ഇട്ട് കത്തിക്കുന്നതൊക്കെ ഒരു കാരണവശാലും കന്നിമൂലയിൽ കത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭവനത്തിന്റെ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഒരു കാരണവശാലും കന്നിമൂലയിൽ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അകത്തുനിന്നായി കഴിഞ്ഞാലും അതല്ല പുറത്തു നിന്നാണെങ്കിൽ കൂടിയും ഒരു കാരണവശാലും സ്റ്റെപ്പുകൾ കന്നിമൂലയിൽ വരരുത്. അതുപോലെ കുളം, കിണറുകള്, സെപ്റ്റിക് ടാങ്ക്, മഴക്കുഴി ഇവയൊന്നും കന്നിമൂലയിൽ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ ഏതെങ്കിലുമൊക്കെ കന്നിമൂലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും കന്നിമൂല മലിനപ്പെടുന്നതായിരിക്കും. ഇതിന് പ്രതിവിധി ചെയ്തില്ല എങ്കിൽ അവിടെ വസിക്കുന്ന വ്യക്തികളെയും ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അതായത് പൂജാമുറിയോ കിടപ്പുമുറിയോ ഒക്കെ കന്നിമൂലയിൽ വരുന്നത് വളരെയധികം ഉത്തമമാണ്. പണം വയ്ക്കുന്ന നമ്മുടെ അലമാരയോ പെട്ടിയോ നമ്മൾ എന്തിലാണോ പണം വയ്ക്കുന്നത് അവ കന്നിമൂലയിൽ വടക്കോട്ട് വാതിൽ വരുന്ന രീതിയിൽ വയ്ക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പണത്തിന്റെ സ്രോതസ് നമ്മുടെ ഭവനത്തിലേക്ക് വന്നു ചേരുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് വടക്കോട്ട് വാതിൽ വരുന്ന രീതിയിൽ തന്നെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കന്നിമൂലയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുകയും മുക്കൂറ്റിയും, കറുകച്ചെടിയും മുക്കൂറ്റിച്ചെടിയും ഒരേപോലെ നമ്മുടെ കന്നിമൂലയിൽ വെച്ച് പിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കറുകയും മുക്കൂറ്റിയും എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 വസ്തുക്കളാണ്. ഇവ രണ്ടും കന്നിമൂലയിൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അത് നമ്മുടെ ഭവനത്തിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഈ മാർഗങ്ങൾ ചെയ്താൽ നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന അതുപോലെ തന്നെ കന്നിമൂലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്
എന്നാൽ കന്നിമൂലയിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നും കന്നിമൂലയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഭവനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.